السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة എന്ന് തുടങ്ങുന്ന സൂറത്ത് സുമറിലെ 45-ാമത്തെ വചനം. അല്ലാഹു തആല പല കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചു തന്നു. വീണ്ടും ഇസ്ലാമിൻ്റെ പ്രബോധനം ആരംഭകാലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും. മക്കയിൽ മുശ്രിക്കുകൾക്ക് തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രതികരണത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. വീണ്ടും അങ്ങോട്ട് ആവർത്തിച്ച് ആണ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത രൂപത്തിലൂടെ പല ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു തആല തൗഹീദ് എന്ത്, ശിർക്ക് എന്ത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വഇദാ ദിക്റല്ലാഹു വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം ഓർമ്മിപ്പിപ്പ് കേട്ടാൽ, അതായത് ആരാധനക്കാരൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. നേർച്ചകളും വഴിപാടുകളും രക്ഷാഭ്യർത്ഥനകളും പാപമോചന നേട്ടങ്ങളും ഒക്കെ തന്നെ അള്ളാഹു ഒഴിയുള്ളവർക്ക് നിങ്ങൾ അർപ്പിക്കരുത്. അതെല്ലാം അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക. ആരാധനക്കർഹനായി അള്ളാഹുല്ല മറ്റാരും ഇല്ല എന്നുള്ള ആ സന്ദേശവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി മക്ക മുശ്രിക്കുകളോട് പ്രബോധനം ചെയ്തപ്പോൾ അവരുടെ മനസ്ഥിതി അള്ളാഹു തആല വിശദീകരിക്കുകയാണ്. ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ. അവർ ആഖിറത്തിൽ വിശ്വസിച്ചിരുന്നില്ലല്ലോ, അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. ആഖിറത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ ചുളുങ്ങിപ്പോയി, അറച്ച്, ആ കേൾക്കുന്ന അവൾക്ക് അറപ്പായിപ്പോയി, ചുളുങ്ങി ഇറുകിപ്പോയി. ശ്വാസത്തെ ഇറുകിപ്പോയി, ചുളുങ്ങിപ്പോയി. ഖുലൂബുൽ ലദീന, ഖുലൂബ് ഹൃദയങ്ങൾ അല്ലെങ്കിൽ മനസ്സുകൾ, അല്ലദീന യാതൊരു കൂട്ടരുടെ യുമിനൂന ബിൽ ആഖിറ ലാ യുമിനൂന ബിൽ ആഖിറ, പലവരും വിശ്വസിക്കാത്തവരുടെ. അപ്പോൾ അള്ളാഹുവിന് മാത്രം പ്രസ്ഥാപിക്കപ്പെട്ടാൽ അള്ളാഹു അല്ലാതെ ആരാധകരനായ മറ്റാരുമില്ല. നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും രക്ഷാഭ്യർത്ഥനകളും പാപങ്ങളും തേട്ടങ്ങളും ഒക്കെ തന്നെ അള്ളാഹുവിന് മാത്രം പാടുള്ളൂ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരുടെ ഹൃദയങ്ങളൊക്കെയാണോ ചുളിഞ്ഞു പോകുന്നു, വെറുപ്പാക്കപ്പെടുന്നു, അതിന് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു, ഖുർആൻ്റെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിനെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുവോ, അവരൊക്കെ യഥാർത്ഥത്തിൽ ആഖിറത്തിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ആഖിറത്തിൽ വിശ്വസിക്കാത്ത ഹൃദയങ്ങളാണ് ചുളുങ്ങിപ്പോകുന്നത്. ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഹൃദയങ്ങൾ നാം തുറന്നു വെക്കണം, ചുളുങ്ങാൻ പാടില്ല, അത് സ്വീകരിക്കപ്പെടണം. അതാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ആ മക്കയിലെ മുശ്രിക്കുകൾ ആഖിറത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തില്ല, അത് ചുളിഞ്ഞുപോയി, അവർ ഹൃദയങ്ങൾ ചുളിഞ്ഞുപോയി. അത്തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ നമ്മളും ആ മുശ്രിക്കുകൾ പോലെ തന്നെ ആവും എന്നാണ്. ഇസ്തിയാസയാണ്, അത് തവസ്സുലാണ് എന്നുള്ള മറ്റൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനുള്ളവർക്ക് രക്ഷ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പാപം തേടിക്കൊണ്ടിരിക്കുന്ന, നേർച്ചകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമുകൾ ആണ് ഞങ്ങളാണ് ഭൂരിപക്ഷം എന്ന് അവകാശപ്പെടുന്നവർ. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ബന്ധക്കാരൊക്കെ ഇക്കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മിപ്പിപ്പ് കേട്ടാൽ, പറയപ്പെട്ടാൽ, അല്ലദീന യാതൊരു കൂട്ടരെ മിന്ദൂനിഹി അവന് പുറമേയുള്ള സൃഷ്ടികളെ, ഔലിയാക്കന്മാരെ പറ്റി, അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരെ പറ്റി പറയപ്പെട്ടാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവരതാ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് മാത്രം ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ അവരെ ഹൃദയം ചുളിഞ്ഞുപോയി. അല്ല, ആരാധനകൾ അള്ളാഹുവിനും അല്ലാത്തതും അർപ്പിക്കാം എന്ന് പറയപ്പെട്ടാൽ എന്ത് ചെയ്യൂ, അവർ സന്തോഷിച്ചു പോയി. അപ്പോൾ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? തൗഹീദ് എൻ്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രതികരണമാണ് അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഖിയാമത്ത് നാളേറെ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് അത്തരക്കാർക്ക് ഇത്തരമുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചുകൊണ്ട് ഓതിക്കേൾപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് ഈ സന്ദർഭത്തിൽ സ്വന്തക്കാർ, ബന്ധക്കാർ, ആളുകളൊക്കെ തന്നെ ഇക്കാര്യം ഓതിക്കേൾപ്പിച്ചുകൊണ്ട് അവരെ തൗഹീദിൽ ക്ഷണിക്കണം. നമുക്കങ്ങനെ അള്ളാഹു വഴിയുള്ളവർ താമസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പാവം തേടിക്കൊണ്ട് കഴിഞ്ഞുകൂടി കൂടാ. അതൊക്കെ ആരാധനകളാവുന്നു.
ആരാധനക്കാരൻ അള്ളാഹു മാത്രമാവുന്നു എന്നുള്ള സത്യത്തിലെ സൗദിയിലേക്ക് നാം കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലൂ, നിങ്ങൾ പ്രഖ്യാപിക്കുവീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായ അല്ലാഹു അല്ല, മറ്റാരുമില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് വിജയം വരിക്കാം എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പ്രബോധനം ചെയ്ത്. അതുകൊണ്ട് ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ തൗഹീദ് അത് പഠിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റുള്ള ആരെയും ആരാധിക്കാതെ, നേർച്ചകളോ അതേപോലെ തന്നെ രക്ഷാഭ്യർത്ഥനകളോ അല്ലെങ്കിൽ പ്രാർത്ഥന തേട്ടങ്ങളോ ആരാധനപ്പെട്ട എന്തെങ്കിലും അള്ളാഹുള്ളവർക്ക്, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നമ്മൾ അർപ്പിക്കുന്നതിൽ നിന്നും അത് സമർപ്പിക്കുന്നതിൽ നിന്നും നാം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമേ തൗഹീദ്. ആരാധനപ്പെട്ട നേർച്ചകളോ വഴിപാടുകളോ പ്രാർത്ഥനകളോ എന്തെങ്കിലും പാപമോ തേട്ടങ്ങളോ അള്ളാഹു ഒഴികെയുള്ളവർക്ക് അർപ്പിച്ചാൽ അത് ശരിക്കും വന്നെത്തും. തന്നെയുമല്ല, നബി സാഹബത്തും അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുമില്ല. അത് ബിദഅത്ത് കൂടിയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചു കൊടുക്കാത്ത കാര്യങ്ങളാണ് എന്ത് മരിച്ചുപോയ മഹാത്മാക്കളോട് രക്ഷാഭ്യർത്ഥിക്കുക, വഫാത്തായ പ്രവാചകന്മാരോട് പാപമോചനം തേടുക, അതേപോലെ തന്നെ അവർക്കൊരു പേരിൽ നേർച്ചകൾ അർപ്പിക്കുക, അവരുടെ പേരിൽ അറുക്കുക പോയ കർമ്മങ്ങളൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പം നബി സാഹബത്തും ഏകദേശ മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. സാഹബിമാർ ഒന്നടങ്കം പറയുകയുണ്ടായി, നബിയും എല്ലാ ഇബാദുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിമാർ അനുഷ്ഠിക്കാത്തത് എന്ത് ചെയ്യരുത്, നിങ്ങൾ അനുഷ്ഠിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാഹിബ് അനുഷ്ഠിച്ച് മാ അന അലി ഹസ്ഹാബി മാ അന അലി സ്വഹാബി, ഞാൻ എൻ്റെ സാഹിബത്ത് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ആരെയും നമുക്ക് പിൻപറ്റാൻ പാടില്ല. സഹാബിമാരെ ഏതെങ്കിലും സാഹിബിനെ പിൻപറ്റാൻ പാടില്ല, താബീനെ പിൻപറ്റാൻ പാടില്ല, ഇമാമിയങ്ങളെ പിൻപറ്റാൻ പാടില്ല, നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് പിൻപറ്റാൻ പാടില്ല. ദീനിൻ്റെ വിഷയത്തിൽ സംഘടനാപരമായി നമുക്ക് ആരെയും പിൻപറ്റാം, ഹറാമായ കാര്യം അവർ കൽപ്പിക്കാതിരിക്കുമ്പോൾ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന വിഷയത്തിൽ അവിടെ ഹറാമും ഹലാലും നോക്കേണ്ടതില്ല. ഹലാൽ മാത്രം പഠിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായി നമുക്ക് ഇങ്ങോട്ട് അയച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അയക്കപ്പെട്ട ആളാണ്. നമുക്ക് മാതൃകയായി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി ജീവിക്കാനേ അള്ളാഹു നിയോഗിച്ചതാണ്. അതാണ് നമ്മൾ ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും മനസ്സാ വാചാ കർമ്മണ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്തവരാണ് നമ്മൾ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ നമുക്കാരെയും പിൻപറ്റാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അള്ളാഹു നിയോഗിച്ചുള്ള മാതൃകയായി പിൻപറ്റാൻ. അതിൽ നിന്ന് തെറ്റുമ്പോഴാണ് നമ്മൾ വഴിപിരിച്ചു പോകുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാരൊക്കെ തന്നെ ഫത്തഖുല്ലാഹു വഅതിഊനി, അള്ളാഹു സൂക്ഷിക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പഠിച്ചറിയുക, അതിൽ വിശ്വസിക്കുക. ഫത്തഖൂനി, എന്നെ പിൻപറ്റുക, പ്രവാചകനെ പിൻപറ്റുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പിൻപറ്റൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് തന്നെ നാം ജീവിക്കേണ്ടതുണ്ട്. അതിനായി നാം എന്ത് ചെയ്യേണ്ടത്, പഠിച്ചറിയേണ്ടതുണ്ട്. അതാണ് 13 വർഷക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം പോലും നിർബന്ധമാക്കാതെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട്, നബിചര്യകൾ പഠിപ്പിച്ചുകൊണ്ട്, ദീനെ പഠിപ്പിച്ചുകൊണ്ട് ശേഷമായിരുന്നു, അത് തസ്കിയത്ത് എഴുത്തിന് ശേഷമായിരുന്നു നമസ്കാരം നമുക്ക് ഇസ്രാ മിറാജിലൂടെ വന്നതിന് ശേഷം പഠിപ്പിച്ചതിന് ശേഷമാണ് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുള്ളത്. അവിടെയാണ് പള്ളി നിർമ്മിച്ചത്. തുടർന്നുള്ള 10 വർഷക്കാലങ്ങളിലാണ് മറ്റുള്ള നിർബന്ധ കൽപ്പനകൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, ദീൻ പഠിക്കുക എന്നുള്ള പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ പഠിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മാതൃകയായി ജീവിച്ച് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉത്തമ മാതൃകളായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖുമാറാകട്ടെ. ആമീൻ. അതിൻ്റെ ഫലമായി നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് വിചാരണ കൂടാതെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين 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 برحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.